Hey guys, welcome back to Debug Media. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റിയാക്ട് ക്വയറി അല്ലെങ്കിൽ ഇപ്പോൾ ടാൻസ്റ്റാക്ക് ക്വയറി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഈ ടാൻസ്റ്റാക്ക് എന്നുള്ളത് ഈ കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഇവിടെ tanstack.com വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ടാൻസ്റ്റാക്ക് സ്റ്റാർട്ട്, ടാൻസ്റ്റാക്ക് റൗട്ടർ, ടാൻസ്റ്റാക്ക് ക്വയറി. അത് മുന്നേ അറിയപ്പെടുന്നത് റിയാക്ട് ക്വയറി എന്ന പേരിലായിരുന്നു. അതേപോലെ ടാൻസ്റ്റാക്ക് ടേബിൾ, ടാൻസ്റ്റാക്ക് ഫോം, അങ്ങനെ പല ലൈബ്രറീസ് ഈ കമ്പനിയുടെ അടിയിലുണ്ട്. പക്ഷെ ഇതിലിപ്പോൾ ഏറ്റവും ഡിമാൻഡും പോപ്പുലറും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡായിട്ട് മാറിയിട്ടുള്ളത് ഈ റിയാക്ട് ക്വയറി അല്ലെങ്കിൽ ടാൻസ്റ്റാക്ക് ക്വയറി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. ഈ ഒരു ലൈബ്രറി റിയാക്ട്, സോളിഡ്, വ്യൂ, സ്വെൽറ്റ്, ആംഗുലർ എന്ന ഫ്രെയിംവർക്സിലൊക്കെ അവൈലബിൾ ആണ്. നമ്മളിവിടെ ഇത് റിയാക്റ്റിൽ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുക എന്നാണ് നോക്കാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു ട്യൂട്ടോറിയൽ കാണുന്നതിന് മുന്നേ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത് കാണുന്നതിന് മുന്നേ നിങ്ങൾക്ക് റിയാക്ട് അറിയണം, കസ്റ്റം ഹുക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയണം, പിന്നെ API കോൾസ് എങ്ങനെ ചെയ്യാമെന്ന് പറയണം. ഈ 3 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അഥവാ അറിയില്ലെങ്കിൽ ആദ്യം നമ്മുടെ ചാനലിൽ പോയിട്ട് ഇത് പഠിച്ചതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം നമ്മളിവിടെ ബേസിക് രീതിയിൽ എങ്ങനെയാണ് റിയാക്ട് ക്വയറി അല്ലെങ്കിൽ ടാൻസ്റ്റാക്ക് ക്വയറി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ കവർ ചെയ്യും. അതേപോലെ അഡ്വാൻസ്, അതായത് ഒരു കമ്പനി ലെവലിൽ എങ്ങനെയാണ് നമ്മളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നും കവർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ അറിയുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബിഗിനർ ആയാലും ഒരു സീനിയർ ഡെവലപ്പർ ആയാലും നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇത് നിങ്ങൾ കറന്റ്ലി ചെയ്യുന്ന പ്രൊജക്റ്റിലും അല്ലെങ്കിൽ പുതിയ പ്രൊജക്റ്റിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഞാൻ ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഇത് നിങ്ങൾ മാനുവലി എഴുതുന്ന കുറേ കോഡ് ഇത് ഒഴിവാക്കി തരും. അത് മൊത്തം റിയാക്ട് ക്വയറി തന്നെ ഹാൻഡിൽ ചെയ്യും. അപ്പോൾ റിയാക്ട് ക്വയറി ബേസിക്കലി ഒരു സെർവർ സ്റ്റേറ്റ് മാനേജ്മെന്റ് ആണ്. അതായത് നമുക്ക് റീഡക്സ്, കോണ്ടെക്സ്റ്റ്, API ഈ സംഭവങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബേസിക്കലി സ്റ്റേറ്റ് മാനേജ് ചെയ്യാനാണ്. അതായത് നമ്മൾ ലോക്കലി നമുക്ക് കുറച്ച് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യാൻ പറ്റും. അതേപോലെ APIയിൽ നിന്ന് വരുന്ന ഡാറ്റ നമുക്ക് ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലിട്ടിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സസ്റ്റാൻഡും ജോട്ടയും കോണ്ടെക്സ്റ്റും കുറച്ചുകൂടി റീസെൻ്റ് ആണ്. പക്ഷേ നിങ്ങൾ പഴയ പ്രൊജക്റ്റ് ഒക്കെ എടുത്ത് നോക്കിയാൽ അല്ലെങ്കിൽ ഇപ്പോഴും കുറേ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടാവും റീഡക്സ് ടൂൾ കിറ്റും. അപ്പോൾ ഇത് ഉപയോഗിച്ചവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം കോഡാണ് നമുക്ക് എഴുതേണ്ടത് വെറും ചെറിയൊരു API കോൾ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ. ആ APIയിലത്തെ ഡാറ്റ നമുക്കിപ്പോൾ മൾട്ടിപ്പിൾ കമ്പോണൻസിലേക്ക് വേണമെങ്കിൽ, അതായത് ഇവിടെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഇവിടെ ഒരു കമ്പോണൻ്റ് ഉണ്ട്, ഇത് നമ്മൾ എന്ത് ചെയ്യും, റീഡക്സ് നമ്മൾ ഒരു സ്ഥലത്ത് സെറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഡാറ്റ നമുക്ക് ഈ 2 കമ്പോണൻറ്റിലേക്ക് എത്തിക്കണമെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. റീഡക്സ് വെച്ചിട്ട് നമ്മൾ ആക്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം, പ്രൊവൈഡർ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റോർ ക്രിയേറ്റ് ചെയ്യണം. അതങ്ങനെ ഓരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്കൊക്കെ ഡാറ്റ പാസ് ചെയ്യുക. റീഡക്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമ്മൾ ചെയ്തിരുന്നത് ഈ റീഡക്സ് അല്ലെങ്കിൽ സസ്റ്റാൻഡൊക്കെ പോലത്തെ ലൈബ്രറീസ് വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സ്റ്റേറ്റ് കിട്ടി. അപ്പോൾ നമുക്കൊരു സ്റ്റോർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോറിൽ നമുക്ക് ഓരോ കമ്പോണൻറ്റിലേക്ക് അതിൻ്റെ ഡാറ്റ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഫോർ എക്സാമ്പിൾ യൂസർ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ യൂസർ ലിസ്റ്റ് നമ്മൾ ഈ റീഡക്സിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്തതിന് ശേഷം ഈ യൂസർ ലിസ്റ്റാണ് നമ്മൾ കമ്പോണൻറ്റ് എയിലേക്കും കമ്പോണൻറ്റ് ബിൻ്റെ ഉള്ളിലേക്കും പാസ് ചെയ്യുക. അപ്പോൾ അത് റീഡക്സിൽ അപ്ഡേറ്റ് ആകുമ്പോൾ ഈ 2 കിട്ടും. പക്ഷേ ഇനി നമുക്ക് API കോൾസ് ഹാൻഡിൽ ചെയ്യണം. അപ്പോൾ API കോൾസ് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആക്സിയോസ് പോലത്തെ ലൈബ്രറീസ് യൂസ് ചെയ്യും. ആക്സിയോസ് അല്ലെങ്കിൽ ഫെച്ച് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് ബേസിക്കലി നമ്മളൊരു API കോൾ ക്രിയേറ്റ് ചെയ്യും ഈ റീഡക്സിൻ്റെ ഉള്ളിൽ തന്നെ. നമ്മളൊന്നെങ്കിൽ റീഡക്സ് തങ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ റീഡക്സ് ആക്ഷൻസ് വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മളിത് യൂഷ്വലി API കോൾ ക്രിയേറ്റ് ചെയ്യുക. അത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ലോഡിങ് വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇസ് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ എന്നാലാണ് നമുക്ക് ഡാറ്റ വരുമ്പോൾ ഡാറ്റ ലോഡിംഗ് ആണോ ഇല്ലയെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എറർ ഉണ്ടാവും. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യും, എറർ എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഇനി അതിനുശേഷം ഇനിയിപ്പോൾ API ഫെയിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, റീട്രൈന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പുതിയ ലൈബ്രറി നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് റീട്രൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ API നമുക്ക് പകുതി വെച്ച് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നമ്മൾ അബോട്ട് കൺട്രോളർ, ആക്സിയോസിൻ്റെ അബോട്ട് കൺട്രോളർ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതിനുശേഷം നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ API നമുക്ക് ഇനീഷ്യൽ ട്രിഗർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളിതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഗെറ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാവും. എന്നിട്ട് ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യും, ഏത് കമ്പോണൻ്റ് ഉള്ളിലാണോ വേണ്ടത് അവിടെ നമ്മൾ വന്നിട്ട് ഡിസ്പാച്ച് ചെയ്യും. അപ്പോൾ കുറേ യൂസ് എഫക്റ്റുകളും കുറേ ഡിസ്പാച്ചിങ്ങും അങ്ങനെ പല ലോജിക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ കോഡായി. നമുക്ക് ബേസിക്കലി ഇവിടെ ആക്ഷൻസ് ഉണ്ട്, സ്റ്റോർ ഉണ്ട്, പ്രൊവൈഡർ ഉണ്ട്, പിന്നെ റെഡ്യൂസർ ഉണ്ട്. അപ്പോൾ ഇത് വെറും റീഡക്സിൻ്റെ സെറ്റപ്പാണ്. അതുകൂടാണ്ട് നമ്മൾ API കോൾസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇസ് ലോഡിംഗ്, എറർ സ്റ്റേറ്റ്, റീട്രൈൻ്റെ ലോജിക്ക്, അബൌട്ട് കൺട്രോളർ, അങ്ങനെ പല കോഡാണ് നമ്മൾ മാനുവലി ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ നമ്മൾ ഒരു API കോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. ഇതേപോലെ തന്നെ കോണ്ടെക്സ്റ്റ് APIൻ്റെ ഉള്ളിലും സസ്റ്റാൻഡ് യൂസ് ചെയ്യുമ്പോഴും ജോട്ടായി യൂസ് ചെയ്യുമ്പോഴും ഒക്കെ ഇതേ കോൺസെപ്റ്റുകൾ തന്നെയാണ്. പക്ഷേ സസ്റ്റാൻഡും ജോട്ടായി കുറച്ചുകൂടി ബെറ്റർ ആക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു തലവേദന ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ബേസിക്കലി റിയാക്ട് ക്വയറി ഉള്ളത്. അപ്പോൾ ഈ റിയാക്ട് ക്വയറി ഒറ്റ ലൈബ്രറി വെച്ചിട്ട് ഈ സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ഇഷ്യൂ സോൾവ് ചെയ്ത് തരും, ഈ APIൻ്റെ ഇഷ്യൂവും സോൾവ് ചെയ്ത് തരും. അപ്പോൾ ഈ 2 കോൺസെപ്റ്റും കൂടിയിട്ട് നമുക്ക് എളുപ്പമാക്കി തരും. അപ്പോൾ ബേസിക്കലി നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ലോഡിങ്ങിൻ്റെ സ്റ്റേറ്റ്, എററിൻ്റെ സ്റ്റേറ്റ്, റീട്രൈ, അബോട്ട് കൺട്രോളർ,
പിന്നെ അതുകൂടാണ്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം റിയാക്ട് ക്വയറി തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാതും എക്സ്പോസ് ചെയ്ത് തരും. അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് യൂസ് ചെയ്താൽ മാത്രം മതി. ഇതുകൂടാണ്ട് അതിൻ്റെ മെയിൻ എബിലിറ്റി എന്ന് വെച്ചാൽ ക്യാഷിംഗ് ആണ്. ഭയങ്കര സ്ട്രോങ് ക്യാഷിംഗ് മെക്കാനിസമാണ് റിയാക്ട് ക്വയറി യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് കോഡ് ചെയ്യുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാം. അതുകൂടാണ്ട് ഇൻഫിനിറ്റ് ക്വയറി, അതായത് നമ്മളിപ്പോൾ പേജിനേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാ ലോജിക്കും റിയാക്ട് ക്വയറി നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് യൂസ് ഇൻഫിനിറ്റ് ക്വയറി എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡാറ്റ പാസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇതുകൂടാണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫെച്ചിങ്, അങ്ങനെ പല ഫീച്ചേഴ്സാണ് റിയാക്ട് ക്വയറി നമുക്ക് തരുന്നത്. അപ്പോൾ ഒരു പ്രാവശ്യം റിയാക്ട് ക്വയറി യൂസ് ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഒരിക്കലും ഈ മാനുവൽ രീതിയിൽ കോഡ് എഴുതില്ല. കാരണം അത്രയും ടൈമും അത്രയും കോഡാണ് നമുക്ക് റിയാക്ട് ക്വയറി സേവ് ചെയ്ത് തരുന്നത്. അപ്പോൾ നമുക്കിനി അധികം വൈകാതെ കോഡിലേക്ക് കടക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ ഒരു ബേസിക് റിയാക്ട് പ്രൊജക്റ്റ് ഉണ്ട്, അത് ഇവിടെ റൺ ആവുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു സെർവർ ഫോൾഡർ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു കസ്റ്റം API ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Express.js വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് Express.js പഠിക്കണമെന്നുണ്ടെങ്കിലും അത് നമ്മുടെ ചാനലുണ്ട്. അപ്പോൾ അത് Node.js പഠിച്ചതിന് ശേഷം മാത്രം Express.jsലേക്ക് കടന്നാൽ മതി. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നിൽക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എന്താണ് ഇവിടെ നടക്കുന്നുള്ളത്. ബേസിക്കലി ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്, ഇതിൽ ഞാൻ കുറച്ച് നെയിംസ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. പിന്നെ 2 എൻഡ് പോയിന്റ്സ് ആണുള്ളത്, ഒന്ന് ഗെറ്റും ഒന്ന് പോസ്റ്റും. അപ്പോൾ ഗെറ്റ് യൂസേഴ്സിൻ്റെ ലിസ്റ്റ് കിട്ടും, പോസ്റ്റ് യൂസറിൽ നമ്മൾ ഓരോ പുതിയ യൂസറിനെ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി 2 എൻഡ് പോയിന്റ് ആണുള്ളൂ. അപ്പോൾ അത് ഞാനിവിടെ ലോക്കൽ ഹോസ്റ്റ് 3009 റൺ ചെയ്യിപ്പിക്കുന്നത്. പിന്നെ ഇവിടെ കോഴ്സിൻ്റെ പ്ലഗിൻ ഉണ്ട്, ഇനി കോഴ്സ് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ ഫോൾഡർ ക്ലോസ് ചെയ്യാം. ഇതിൻ്റെ സെർവർ ഓൾറെഡി ഇപ്പോൾ റണ്ണിങ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും ലോക്കൽ ഹോസ്റ്റ് 3009 റണ്ണിങ് ആണ്. അതേപോലെ തന്നെ എൻ്റെ റിയാക്റ്റിൻ്റെ ലോക്കൽ ഹോസ്റ്റും റണ്ണിങ് ആണ്. ഇനി നമുക്ക് ഈ ടെർമിനൽ ഹൈഡ് ചെയ്യുക. നമുക്ക് ഈ സോഴ്സ് ഫോൾഡിൽ വരാം. app.txtനുള്ളിൽ വന്നിട്ട് ഇതിനുള്ളിലുള്ള എല്ലാ കോഡും നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം നമുക്കിപ്പോൾ റിയാക്റ്റിൻ്റെ ഒരു കോഡും വേണ്ട. ഇതും റിമൂവ് ചെയ്യാം. ഇവിടെയുള്ള എല്ലാ ഇമ്പോർട്ട്സും നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് റിയാക്ട് ക്വയറി ഇൻസ്റ്റാൾ ചെയ്യലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റേഷനിൽ വരാം. ഞാൻ കംപ്ലീറ്റ് അതിൻ്റെ പ്രോസസ്സ് കാണിച്ചത് എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ളത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻസ്റ്റാളേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും npm install @tanstack/react query. ഈ ഒരു കമാൻഡാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി തിരിച്ച് നമുക്ക് npm run dev കൊടുത്തിട്ട് നമ്മുടെ ലോക്കൽ ഹോസ്റ്റ് റൺ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ റിയാക്ട് ക്വയറി ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്കതിവിടെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, main.tsxൽ വരാം. കാരണം എപ്പോഴും ആറ്റം പാരൻറ്റിൻ്റെ മേലാണ് ഇത് റാപ്പ് ചെയ്യുക. നമ്മൾ സാധാരണ റീഡക്സിലൊക്കെ പ്രൊവൈഡർ റാപ്പ് ചെയ്യണ പോലെ. ഇപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബേസിക്കലി ആപ്പിൻ്റെ പുറത്ത് വന്നിട്ട് ക്വയറി ക്ലൈൻറ്റ് പ്രൊവൈഡർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അത് നിങ്ങൾ ബേസിക്കലി ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്യുക @tanstack/react query എന്നാണ്. അപ്പോൾ ക്വയറി ക്ലൈൻറ്റ് പ്രൊവൈഡർ, ഈ പ്രൊവൈഡർ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ആപ്പിൻ്റെ മേലെ റാപ്പ് ചെയ്യണം. അതായത് നിങ്ങൾ സാധാരണ കോൺടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊവൈഡർ റാപ്പ് ചെയ്യും, റീഡക്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രൊവൈഡർ റാപ്പ് ചെയ്യും. അതേപോലെ തന്നെയാണ് റിയാക്ട് ക്വയറിയിലും അതിൻ്റെ പ്രൊവൈഡർ നമ്മൾ റാപ്പ് ചെയ്യണം. എന്നിട്ട് ഇവിടെ നമ്മൾ ബേസിക്കലി ഇവിടെ ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലൈൻറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മേലെ വന്നിട്ട് ഇവിടെ നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം, കോൺസ്റ്റ് ക്വയറി ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഇവിടെ നമ്മൾ ന്യൂ ക്വയറി ക്ലൈൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് നമ്മൾ ബേസിക്കലി ടാൻസ്റ്റാക്ക് ക്വയറിയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യണം. ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്വയറി ക്ലൈൻറ്റ്, അത് റിയാക്ട് ക്വയറിയുടെ ഒരു പുതിയ ഇൻസ്റ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഇവിടെ. എന്നിട്ട് ഈ ക്വയറി ക്ലൈൻറ്റ് ബേസിക്കലി ക്ലൈൻറ്റിൻ്റെ ഉള്ളിൽ എഴുതി കൊടുക്കാം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ പ്രൊവൈഡർ സെറ്റായി. വേറെ ഒരു ലോജിക്കും ഒന്നുമില്ല. നമ്മളിപ്പോൾ റീഡക്സിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യും ഈ ഒരു സംഭവം സെറ്റാവാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും ആവശ്യം വന്നല്ല, ഇതിൽ പ്രിറ്റി സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നത്. അപ്പോൾ നമ്മൾ പ്രൊവൈഡർ സെറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി നമുക്ക് app.tsxൽ വരാം. ഇവിടെ നമുക്ക് ജസ്റ്റ് ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് എന്ന് കൊടുക്കുക. നമുക്കത് വെബ് പേജിൽ വരണ്ടാന്ന് നോക്കാം. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ വെബ് പേജിൽ വരുന്നുണ്ട്. ഇനി നമ്മളുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂസേഴ്സിനെ ഡിസ്പ്ലേ ചെയ്യണം. ഇപ്പോൾ ഇവിടെ സെർവറിൽ വന്നതിന് നിങ്ങൾക്ക് കാണാൻ പറ്റും എനിക്കിവിടെ /users ഉണ്ട്. അത് റൺ ചെയ്യണത് പോർട്ട് നമ്പർ 3009 ഇവിടെ നോക്കി കാണാൻ പറ്റും 3009. അപ്പോൾ ഇവിടെ ലോക്കൽ ഹോസ്റ്റ് 3009/users പോയി നമുക്ക് കാണാൻ പറ്റും നമ്മുടെ API ഡാറ്റ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെർവർ റണ്ണിങ് ആണ്. ഇനി നമ്മൾ app.tsxൽ വന്നിട്ട് ഈ റിയാക്ട് ക്വയറി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ API ഡാറ്റ ഫെച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ app.tsxനുള്ളിൽ വന്നിട്ട് ഇവിടെ യൂസ് ക്വയറി എന്ന് പറഞ്ഞിട്ടൊരു ഹുക്ക് ബേസിക്കലി ഇമ്പോർട്ട് ചെയ്യണം. ഈ ഹുക്ക് ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് എടുക്കും. ഇതിനുള്ളിൽ നമ്മൾ ക്വയറി കീ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി നമ്മൾ ബേസിക്കലി ഇവിടെ എഴുതും. ഇവിടെ ഈ ഓട്ടോ സജഷൻസ് വരുന്നത് ഞാൻ ആക്ച്വലി സ്റ്റോപ്പ് ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ വരും. tab 9 എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റൻഷനാണ് ഈ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ക്വയറി കീ ബേസിക്കലി നമ്മളുടെ സ്റ്റേറ്റിൻ്റെ നെയിം പോലെ കണ്ടാൽ മതി. കാരണം സ്റ്റേറ്റിൻ്റെ നെയിം എപ്പോഴും യുണീക്ക് ആയിരിക്കും റിയാക്റ്റിൽ. അതേപോലെ തന്നെ അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ വന്നിട്ടിപ്പോൾ യൂസ് സ്റ്റേറ്റിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ യൂസേഴ്സ് ഇടും, അതേപോലെ ഇവിടെ സെറ്റ് യൂസേഴ്സ് ഇടും. അപ്പോൾ ഈ യൂസേഴ്സ് എന്നുള്ളത് എപ്പോഴും യുണീക്ക് ആയിരിക്കും. നമ്മൾ പിന്നെ ഇവിടെ വന്നിട്ട് യൂസേഴ്സിന് ക്രിയേറ്റ് ചെയ്യില്ല. അപ്പോൾ അതേപോലെ തന്നെ ആയിരിക്കണം ഈ കീ ഇവിടെ. ഈ കീ എപ്പോഴും യുണീക്കാണ്. അത് നമ്മളൊരു അരേൻ്റെ ഉള്ളിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കീ ക്രിയേറ്റ് ചെയ്യാം.
അപ്പോൾ ഈ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ നേരത്തെ റിയാക്ട് ക്വയറിൽ ക്യാഷ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ക്യാഷിങ് വർക്ക് ചെയ്യണത് ഈ പേര് വെച്ചിട്ടാണ്. അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ കീ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ API കോൾ ചെയ്യണം. അതിനുവേണ്ടി നമ്മളോട് രണ്ടാമത് വേറെ സാധനം കോൾ ചെയ്യും. അതാണ് ഈ ക്വയറി ഫംഗ്ഷൻ. ക്വയറി FN എന്ന പേരിലാണ് അത് യൂസ് ചെയ്യുക. ഇത് ബേസിക്കലി ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ഫംഗ്ഷൻ ഓപ്പൺ ചെയ്യുക. ഇതിനുള്ളിലാണ് നമ്മൾ API കോൾ ചെയ്യാൻ പോകുന്നത്. നമുക്ക് രണ്ട് വഴിയിൽ ചെയ്യാം. ഒന്ന് നമുക്ക് ഫെച്ച് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആക്സിയോസ് ഉപയോഗിക്കുക. അപ്പോൾ ഞാനിവിടെ ആക്സിയോസ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ npm ഇൻസ്റ്റാൾ ആക്സിയോസ് കൊടുക്കണം. അപ്പോൾ ആക്സിയോസ് ഇൻസ്റ്റാൾ ആയ സ്ഥിതിക്ക് ഇനി ഇവിടെ വന്നിട്ട് ആക്സിയോസ് എന്ന് കൊടുക്കുക, ബ്രാക്കറ്റ് തുറക്കുക. സാധാരണ API വിളിക്കുന്ന പോലെ http://localhost നമ്മുടെ പോർട്ട് 3009 സെർവർ ഉള്ളത്. ഇനി /users എന്ന് കൊടുക്കുക. ഇതൊന്നെങ്കിൽ നിങ്ങൾക്ക് .then ഇട്ട് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ async await കൊടുക്കുക. അപ്പോൾ ഇവിടെ വന്നിട്ട് async കൊടുക്കുക, ഇവിടെ വന്നിട്ട് await കൊടുക്കുക. ഇത് ബേസിക്കലി നമുക്കൊരു റെസ്പോൺസ് തരും. ആ റെസ്പോൺസാണ് നമ്മളിവിടെ റിട്ടേൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ റിട്ടേണിൽ വരും response.data എന്ന് കൊടുക്കും. അപ്പോൾ നമ്മുടെ API കോൾ വെച്ചിട്ട് നമ്മൾ ഡാറ്റ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഡ് കാരണം നമുക്ക് രണ്ട് കാര്യങ്ങൾ സാധിച്ചു. ഒന്ന് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ്, അതായത് ഈ ക്യാഷിങ് വെച്ചിട്ട് സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് കിട്ടി. പിന്നെ രണ്ടാമത് API കോളും, ഈ ക്വയറി ഫംഗ്ഷൻസ് വെച്ചിട്ട് API കോളും കിട്ടി. ഇനി നമുക്ക് ഈ ഡാറ്റ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റാം. അപ്പോൾ അത് യൂസ് ചെയ്യാൻ നമ്മളിവിടെ യൂസ് ക്വയറിയുടെ പുറത്ത് വന്നിട്ട് കോൺസ്റ്റ് ബ്രാക്കറ്റ്സ് = കൊടുക്കും. കാരണം ഇത് കുറേ പ്രോപ്പർട്ടീസ് തരും. അതൊക്കെ നമ്മൾ ഡീസ്ട്രക്ചർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുക. അത് നിങ്ങൾ വിൻഡോസിലാണെങ്കിൽ കൺട്രോളും സ്പേസ് ബാറും, ഇനിയിപ്പോൾ മാക്കിലാണെങ്കിൽ കമാൻഡും സ്പേസ് ബാറും ഇത് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ യൂസ് ക്വയറി തരുന്ന എല്ലാ പ്രോപ്പർട്ടീസും. ഇവിടെ നോക്കി കാണാൻ പറ്റും ഡേറ്റ തരുന്നുണ്ട്, എറർ തരുന്നുണ്ട്, പിന്നെ അതേപോലെ ലോഡിങ് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഡേറ്റ എടുക്കുക, പിന്നെ എറർ എടുക്കുക, അതേപോലെ ലോഡിങ് കൊടുക്കുക, പിന്നെ അതേപോലെ എറർ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ്സും ഉണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ മാനുവലി ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ യൂസ് ക്വയറി ഇപ്പോൾ റിട്ടേൺ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മളത് റീസ്ട്രക്ചർ ചെയ്തിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ ഡാറ്റ കാണുമെങ്കിൽ ആദ്യം നമുക്ക് ഇവിടെ കൺസോൾ ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ console.logനുള്ളിൽ ഡേറ്റ കൊടുക്കുക. ഇതിപ്പോൾ സേവ് ചെയ്യുക. ഇനിയിപ്പോൾ ഇവിടെ ഡെവലപ്പർ ടൂൾസ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഈ ലിസ്റ്റ് ഓഫ് അറേൻ്റെ ഉള്ളിൽ ഡേറ്റ ഉള്ളത്. ഇനിയിപ്പോൾ ഈ 2 പ്രാവശ്യം റീറെൻഡർ ആവണമെന്ന് നമുക്കറിയാം. അത് React 18 വന്നൊരു ഫീച്ചറാണ്. അപ്പോൾ അത് ഡിസേബിൾ ചെയ്യാൻ ജസ്റ്റ് main.tsxe വന്നിട്ട് ഈ സ്ട്രിക്റ്റ് മോഡ് റിമൂവ് ചെയ്താൽ മതി. സേവ് ചെയ്തിട്ട് ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ അത് ഒരു പ്രാവശ്യം റെൻഡർ ആണെന്ന് കാണാൻ പറ്റും. ഇവിടെ ഇനീഷ്യലി അൺഡിഫൈൻഡ് വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഈ കമ്പോണൻറ്റ് റെൻഡർ ആകുമ്പോൾ ഇത് നമ്മൾ കൺസോൾ ചെയ്യാണ്. അപ്പോൾ കൺസോൾ ചെയ്യുന്ന സമയത്ത് ഡാറ്റ ഇല്ല. അതിന് ശേഷം റെസ്പോൺസിൽ ഡാറ്റ വന്നതിന് ശേഷം ഇത് റീറെൻഡർ ആകുമ്പോഴാണ് നമുക്ക് ഡാറ്റ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഇനീഷ്യലി അൺഡിഫൈൻഡ് വരുന്നത്. ഇനി ഇതിപ്പോൾ നിങ്ങൾക്ക് ഡാറ്റ വന്നാൽ മാത്രം കൺസോൾ ചെയ്താൽ മതിയെങ്കിൽ ആ മെത്തേഡും യൂസ് ക്വയറിയിലുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഇവിടെ കോമ ഇട്ടിട്ട് സക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയബിൾ ആക്സസ് ചെയ്താൽ മതി. ഇവിടെ വന്നിട്ട് ഇനി ജസ്റ്റ് സക്സസ് ആണെങ്കിൽ മാത്രം ഈ കൺസോൾ ചെയ്താൽ മതി. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും സക്സസ്സിൽ മാത്രമാണ് ഇപ്പോൾ ഡാറ്റ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ഫീച്ചേഴ്സാണ് നമുക്ക് ജസ്റ്റ് ഈ ഒരു യൂസ് ക്വയറി എന്ന് പറഞ്ഞ മെത്തേഡ് വരുന്നത്. നിങ്ങൾക്ക് ലോഡിംഗ് സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ലോഡിംഗ് സ്റ്റേറ്റ് റിട്ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനീഷ്യലി ഡാറ്റ വരാൻ സ്ലോ ആവണമെങ്കിൽ ഇവിടെ ലോഡിംഗ് എന്ന് കാണിക്കും. പക്ഷേ എൻ്റെ API ലോക്കൽ ഹോസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര ഇൻസ്റ്റൻറ്റിലാണ് ഡാറ്റ വരുന്നത്. അപ്പോൾ അത് സ്ലോ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നെറ്റ്വർക്ക് ടാബിൽ പോയിട്ട് ഇവിടെ നോ ത്രോട്ട്ലിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം സ്ലോ 4G ആക്കുക. ഇനിയിപ്പോൾ റീഫ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഒരു ഭാഗം നോക്കിയാൽ മതി, ലിസ്റ്റ് ഓഫ് യൂസേഴ്സിൻ്റെ അവിടെ. ഇതിപ്പോൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ലോഡിംഗ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ തന്നെ അത് പോയി. ഇനിയിപ്പോൾ 3G ആക്കി കഴിഞ്ഞാൽ അതിലും സ്ലോ ആയിരിക്കും. പക്ഷേ ഈ പേജ് ലോഡാവാനും ടൈം എടുക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഇനി ഈ പേജ് ലോഡായി കഴിഞ്ഞാൽ തന്നെ ലോഡിംഗ് എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഇനി നമുക്കിത് എന്ത് ചെയ്യുക, തിരിച്ച് നോ ത്രോട്ട്ലിംഗ് തന്നെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ എല്ലാ പ്രാവശ്യം റീഫ്രഷ് ചെയ്യുമ്പോൾ നല്ല സ്ലോ ആയിട്ട് വരും. അപ്പോൾ ബേസിക്കലി നമുക്ക് സ്ലോ നെറ്റ്വർക്ക് മിമിക് ചെയ്യാനുള്ള ഒരു ഫീച്ചറാണ് ഇത് നെറ്റ്വർക്ക് ടാബിൽ. ഇനി അത് നിങ്ങൾക്ക് ആർക്കും ഇതറിയില്ലെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി യൂസ് ചെയ്യാം. ഇനി അതേപോലെ നമുക്ക് പല മെത്തേഡ്സ് ഇവിടെ കാണാൻ പറ്റും, ഫെച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതിലുള്ള എല്ലാവരും നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്യില്ല. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ടൈമിൽ നമ്മൾ കുറേ ഇതിലത്തെ ഫീച്ചേഴ്സും മെത്തേഡ്സൊക്കെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൽക്കാലം ജസ്റ്റ് ബേസിക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ്സ് ഒക്കെ കാണിച്ചിരുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ API നിങ്ങൾക്ക് ഫെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ യൂസ് ക്വയറി ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ ക്വയറി കീ സെറ്റ് ചെയ്യും, എന്നിട്ട് നമ്മൾ ക്വയറി ഫംഗ്ഷനും സെറ്റ് ചെയ്യും. ഈ ഒരു കോഡ് കൊണ്ട് നമുക്ക് യൂസ് എഫക്റ്റിൻ്റെ ആവശ്യം പോലും വന്നില്ല. അല്ലെങ്കിൽ സാധാരണ നമ്മൾ എന്ത് ചെയ്യുക, ഈ API ട്രിഗർ ആവാൻ നമ്മളൊരു ഫംഗ്ഷൻ യൂസ് എഫക്റ്റിൻ്റെ ഉള്ളിൽ കോൾ ചെയ്യലാണ് പതിവ്. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനീഷ്യലി തന്നെ ആ API ട്രിഗർ ആവുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനീഷ്യലി ഈ API ട്രിഗർ ചെയ്യേണ്ട, അതായത് നിങ്ങൾക്കിപ്പോൾ ബട്ടൺ ക്ലിക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഒക്കെ ഈ API ട്രിഗർ ചെയ്താൽ മതി. അപ്പം അങ്ങനത്തെ കേസിൽ ഇവിടെ വന്നിട്ട് ഈ യൂസ് ക്വയറിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ കോമ ഇട്ടതിന് ശേഷം എനേബിൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. ഈ ആട്രിബ്യൂട്ടിൽ ബേസിക്കലി ഫോൾസ് എന്ന് കൊടുത്താൽ മതി.
കാരണം ബൈ ഡീഫോൾട്ട് അത് ട്രൂ ആണ്. ഇനിയിപ്പോൾ ബാക്കി പോയിട്ട് റീഫ്രഷ് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനിയിപ്പോൾ ആ API കോൾ ആവില്ല. നിങ്ങളിപ്പോൾ എന്ത് ചെയ്താലും ആ API കോൾ ആവില്ല. പക്ഷേ നേരെ മറിച്ച് ഇവിടെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കണമെങ്കിൽ അത് സ്റ്റേറ്റ് മാറുമ്പോൾ മാത്രമാണ് ഈ API കോൾ ആവുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിക്കാനായി ഞാൻ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഈ സക്സസ് ഒക്കെ ആദ്യം റിമൂവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു ഡെവ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് യൂസേഴ്സ് ആദ്യം ഡിസ്പ്ലേ ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, UL കൊടുക്കുക. അതിന് ശേഷം ഇവിടെ data.map യൂസർ ഇവിടെ LI ടാഗ് തുറക്കുക. ഇവിടെ നമുക്ക് user.name എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ടൈപ്പ് എറർ കാണിക്കാതെ കുഴപ്പമില്ല, നമുക്ക് ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ ടൈപ്സ് ഒക്കെ ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാമെന്നുള്ളൂ. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് നമ്മൾ ഈ എനേബിൾഡ് എന്നുള്ളത് ട്രൂ ആക്കുക. ഇത് സേവ് ചെയ്യുക. ഇപ്പോൾ ബാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എല്ലാ ലിസ്റ്റ് നമുക്കിവിടെ വരുന്നുണ്ട്, ലിസ്റ്റ് ഓഫ് യൂസേഴ്സ്. ഇനി നമുക്ക് തിരിച്ചത് ഫോൾസ് ആക്കാം. പിന്നെ ഇപ്പോൾ സേവ് ചെയ്തിട്ട് ബാക്കി പോയിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി വരില്ല. കാരണം നമ്മളിപ്പോൾ ഈ എനേബിൾഡ് എന്നുള്ള ഫോൾസ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ ഈ എനേബിൾഡ് എന്നുള്ള ട്രൂ ആണെങ്കിൽ മാത്രമാണ് ഈ API കോൾ ആവുള്ളൂ. അതിനുള്ള ആട്രിബ്യൂട്ടാണത്. ഓൺ ലോഡിങ്ങിലൊന്നും ഈ API ട്രിഗർ ചെയ്യണമെങ്കിൽ നിങ്ങൾ എനേബിൾഡ് ഫോൾസ് കൊടുക്കും. പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ നടക്കുമ്പോൾ മാത്രം ഈ API കോൾ ആയാൽ മതി. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ബട്ടൺ ക്ലിക്കിൽ ഒരു സ്റ്റേറ്റ് മാറുമ്പോൾ ഒക്കെ ഇത് കോൾ ആയാൽ മതി. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ വന്നിട്ട് നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇതാദ്യം നമുക്കൊരു H1 ഉള്ളിട്ട് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്കൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഫെച്ച് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു API ക്രിയേറ്റ് ചെയ്യാം, ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം. ഇതിനുള്ളിൽ നമ്മൾ ഓൺ ക്ലിക്കിൽ ബേസിക്കലി നമുക്കൊരു സ്റ്റേറ്റ് ഉണ്ടാവും. നമുക്കിവിടെ സെറ്റ് ഷോ യൂസേഴ്സ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് നമുക്ക് ട്രൂ ആക്കി കൊടുക്കാം. അപ്പോൾ ഇനീഷ്യലി അത് ഫോൾസ് ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടി ആ സ്റ്റേറ്റ് നമുക്ക് ഇവിടെ മേലെ വന്നിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ വന്നിട്ട് നമ്മൾ യൂസ് സ്റ്റേറ്റ്, ഇവിടെ സെറ്റ് ഷോ യൂസേഴ്സ്, ഇവിടെ ഷോ യൂസേഴ്സ്. ഈ വാല്യൂ നമുക്ക് ഫോൾസ് കൊടുക്കാം ഇനീഷ്യലി. ഈ സ്റ്റേറ്റ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതിനുശേഷം ഈ എനേബിൾഡ് ഫോൾസിൻ്റെ അവിടെ ഇപ്പോൾ ഹാർഡ് കോഡ് ചെയ്തിരിക്കല്ലേ ഈ ഫോൾസ്. അപ്പോൾ ഇവിടെ ഹാർഡ് കോഡ് ചെയ്യുന്നതിന് പകരം നമുക്കിവിടെ ഷോ യൂസേഴ്സ് പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ എറർ റിമൂവ് ചെയ്യാം. ഇതൊന്നും നമ്മൾ യൂസ് ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മൊത്തം കോഡിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇതിപ്പോൾ ഇനി സേവ് ചെയ്യാം. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിക്ക് പോയി കഴിഞ്ഞിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മൾ ഇനീഷ്യലി API കോൾ ആവുന്നില്ല. ഈ എനേബിൾഡ് ഉള്ള ഫോൾസ് ആണ്. ഷോ യൂസർ ഇനീഷ്യലി ഫോൾസ് ആണ്. ഇനിയിപ്പോൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഷോ യൂസർ എന്ത് പറ്റും, ഇത് ട്രൂ ആവും. അപ്പോൾ ഈ എനേബിൾഡ് ട്രൂ ആയി മാറും. അപ്പോൾ ഇത് ട്രൂ ആകുമ്പോൾ ഈ സാധനം റീറൺ ആവും. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഈ ഫെച്ച് യൂസർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ API ട്രിഗർ ആയി. കാരണം എന്ത് പറ്റി, ഈ ഷോ യൂസേഴ്സ് എന്നുള്ള സ്റ്റേറ്റ് ട്രൂ ആയപ്പോൾ ഈ എനേബിൾഡ് ട്രൂ ആയല്ലോ. അപ്പോൾ എനേബിൾഡ് ട്രൂ ആകുമ്പോൾ എന്ത് പറ്റും, ഈ ഇതിനുള്ളിലുള്ള ലോജിക്ക് റൺ ആവും. അപ്പോൾ ബേസിക്കലി API കോൾ ട്രിഗർ ആയി. അപ്പോൾ ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ്റെ ബേസിൽ മാത്രം API ട്രിഗർ ചെയ്താൽ മതി എന്നുള്ള കേസിൽ മാത്രമാണ് നമ്മൾ എനേബിൾഡ് യൂസ് ചെയ്യുക. പിന്നെ ഇതേപോലെ തന്നെ നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചൊന്നും എനിക്കറിയില്ല, നമ്മളിവിടെ ട്രൈ ക്യാച്ച് യൂസ് ചെയ്തിട്ടില്ല. ഇനി യൂസ്ക്വയറുടെ എറർ ഹാൻഡ്ലിങ്ങിൻ്റെ പവർ ഞാൻ കാണിച്ചു തരാം. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ റീട്രൈ എന്ന് പറഞ്ഞിട്ടുള്ള കോൺസെപ്റ്റും യൂസ്ക്വയർ നമുക്ക് ഹാൻഡിൽ ചെയ്ത് തരുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് index.jsൽ വന്നിട്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഗെറ്റ് യൂസേഴ്സ് എന്നുള്ള APIയിൽ നമുക്ക് ഒരു സ്റ്റേറ്റസ് കോഡ് കൊടുക്കുക 404. അപ്പോൾ ബേസിക്കലി ഈ API എറർ അടിച്ചോളും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ഈ ഫെച്ച് യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ API ട്രിഗർ ആവുന്നത് കാണാൻ പറ്റും. പക്ഷെ അത് ഫെയിലായി. പക്ഷെ ഫെയിലായി അപ്പോൾ തന്നെ വേറൊരു API കോളായി. അത് ഫെയിലായപ്പോൾ വേറൊരു API കോളായി. അത് ഫെയിലായപ്പോൾ വേറൊരു API കോളായി. അങ്ങനെ 4 APIs ആണ് ബേസിക്കലി ഇവിടെ കോളായിട്ടുള്ളത്. അപ്പോൾ റീട്രൈ ബേസിക്കലി ഇൻബിൽട്ട് ആണ് റിയാക്ട് ക്വയറിയിൽ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റീട്രൈ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റിയാക്ട് ക്വയറി അത്രയും പവർഫുൾ ആയിട്ടുള്ള ലൈബ്രറിയാണ്. നമുക്ക് ഡേ ടു ഡേ വേണ്ട എല്ലാ ഫംഗ്ഷനാലിറ്റീസും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഈ എറർ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഈ എറർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ് ഇവിടുന്ന് ഡീസ്ട്രക്ചർ ചെയ്യുക. ഇവിടെ വന്നിട്ട് നമുക്ക് എഴുതാം ഈ എറർ ആണെങ്കിൽ നമുക്കിവിടെ കൺസോൾ ചെയ്യുക എറർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസോൾ ലോഗ് ബേസിക്കലി. ഇതിപ്പോൾ ഇത് സേവ് ചെയ്തതിനു ശേഷം ഞാൻ ഇവിടെ വന്നിട്ട് ഇനി റീഫ്രഷ് ചെയ്തിട്ട് ഫെച്ച് യൂസർ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ കൺസോൾ ഓക്കെ കഴിഞ്ഞാൽ നമുക്കൊന്നും കാണില്ല. കാരണം എറർ ട്രിഗർ ആവുക ഈ API കംപ്ലീറ്റ് ആയിട്ട് റീട്രൈ ഫെയിൽ ആവുമ്പോഴാണ്. ഇതിപ്പോൾ കംപ്ലീറ്റ് ഫെയിൽ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ കൺസോളിൽ പോയി നിങ്ങൾക്ക് കാണാൻ പറ്റും എറർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം റെൻഡർ ആയിട്ടുള്ള കാണാൻ പറ്റും. ഓരോ APIയുടെ ഫെയിൽ അത് കാണിക്കില്ല, കാരണം ഇത് റീട്രൈങ് ആണ്. അപ്പോൾ റീട്രൈ എപ്പോൾ നിൽക്കുന്നു അപ്പോൾ മാത്രമാണ് ആ എറർ ട്രിഗർ ആവുള്ളൂ. ഇത് ആക്ച്വലി നല്ലൊരു ഫീച്ചറാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പോൾ അലേർട്ട് മെസ്സേജ് ഉണ്ട്, ഓരോ എറർ മെസ്സേജിൽ അലേർട്ട് കാണിക്കണം. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ഫെയിൽ ആകുമ്പോൾ അലേർട്ട് മെസ്സേജ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിലും ഭേദമാണ് റീട്രൈ അവസാനിക്കുമ്പോൾ മാത്രമാണ് എറർ മെസ്സേജ് കാണിക്കേണ്ടത്. ഇനിയിപ്പോൾ ഈ റീട്രൈൻ്റെ എണ്ണം കൂട്ടണമെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്നിട്ട് റീട്രൈ എന്നുള്ളത് നമുക്ക് ബേസിക്കലി ഒരു 7 പറഞ്ഞു കൊടുക്കുക. ഇതിപ്പോൾ സേവ് ചെയ്തിട്ട് തിരിച്ചു വന്നതിന് ശേഷം റീഫ്രഷ് ചെയ്യുക. ഇവിടെ ഫെച്ച് യൂസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 1 2 3 4 ഇതിങ്ങനെ 7 ആവണ വരെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഓരോ API ഫെയിൽ ആവുന്നതിനനുസരിച്ചിട്ട് മറ്റേ API കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ നമുക്ക് ഡിലേ കുറയ്ക്കണമെങ്കിലും കൂട്ടണമെങ്കിലും ഒക്കെ ഇവിടെ റീട്രൈ ഡിലേ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഡിലേ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക്
APIൻ്റെ ഡിലേ കൂട്ടാനും കുറക്കാനും ഒക്കെ പറ്റും. ഇവിടെ നമുക്ക് റീട്രൈ ഡിലേ റിമൂവ് ചെയ്യുക. ഇത് മാത്രം വെക്കുക. ഇതിപ്പോൾ റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ പോലെ തന്നെ കോഡെല്ലാം വർക്ക് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ക്യാഷിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നാണ്. നമ്മളിപ്പോൾ ക്യാഷിങ്ങിനെ കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ എന്താണ് ഈ ക്യാഷിങ്ങിൻ്റെ പ്രത്യേകത? അപ്പോൾ അത് കാണാനായി ഞാനിവിടെ കമ്പോണൻസ് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ എഴുതാൻ പോകുന്നത് ബാക്കപ്പ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റ്. ഇവിടെ .tsx കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ബാക്കപ്പ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ app.tsx വന്നിട്ട് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, റിയാക്ട് ക്വയറി ഒരു സ്റ്റേറ്റ് മാനേജ്മെൻറ്റ് ലൈബ്രറിയാണ്. അപ്പോൾ ഈ ഒരു റെസ്പോൺസ് വന്നിട്ടുള്ള ഡേറ്റ നമുക്ക് ഈ ബാക്കപ്പ് യൂസേഴ്സിനുള്ളിൽ കിട്ടണം. അപ്പോൾ ഈ കേസിൽ ഇപ്പോൾ നമുക്ക് പ്രോപ്സ് ആയിട്ട് പാസ് ചെയ്താൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞ പോലത്തെ റിയൽ വേൾഡ് സിനാരിയോയിൽ ഇതൊരു വേറൊരു ഫയലായിരിക്കും, അതായത് വേറൊരു റൗട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ നമുക്ക് ഈ ഡേറ്റയുടെ ആക്സസ് കിട്ടാം? അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വന്നിട്ട് യൂസ് ക്വയറി ക്ലൈൻറ്റ് എന്ന് പറഞ്ഞ ഹുക്ക് നമ്മൾ ഇമ്പോർട്ട് ചെയ്യും. ഇത് നമ്മളൊരു വേരിയബിളിൽ സ്റ്റോർ ചെയ്യും. നമുക്കിവിടെ പറഞ്ഞു കൊടുക്കുക ക്വയറി എന്ന് പറഞ്ഞ വേരിയബിളിൽ ഇത് സ്റ്റോർ ചെയ്യുക. എന്നിട്ട് അതിന് ശേഷം ഈ ക്വയറിൻ്റെ ഉള്ളിൽ .get ക്വയറി ഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ട കീൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ക്വയറി കീ ഉണ്ടില്ലേ, ഈ കീ ആണ് ഈ ഡാറ്റയുടെ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഈ ഡാറ്റ നമുക്ക് കിട്ടണമെങ്കിൽ ഈ കീ വെച്ചിട്ടാണ് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ആ കീൻ്റെ പേര് പറഞ്ഞു കൊടുക്കും. ഇവിടെ ആരോ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ യൂസേഴ്സ് എന്ന് പറഞ്ഞു കൊടുക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യും, ഒരു വേരിയബിളിൽ എടുക്കുക. നമുക്കിവിടെ കോൺസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിളിൽ ഈ സാധനം അസൈൻ ചെയ്യാം. ഈ യൂസേഴ്സ് നമുക്കിവിടെ കൺസോൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ യൂസേഴ്സ് കൺസോൾ ചെയ്തിട്ട് നമ്മൾ ഈ വെബ് പേജ് വന്നിട്ട് റീഫ്രഷ് ചെയ്യുക. ബാക്കി വന്നിട്ട് ഇവിടെ കൺസോൾ നോക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു അരേ ഇവിടെ കൺസോൾ ആയിട്ടുണ്ട്. ഈ കീൻ്റെ ഇഷ്യൂ നമ്മൾ നേരത്തെ മാപ്പ് ചെയ്തതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ജസ്റ്റ് കീ = user.id കൊടുക്കാം. ഇത് സേവ് ചെയ്യുക. കാരണം നമ്മൾ API നോക്കി കാണാൻ പറ്റും നമുക്ക് ID ഉണ്ട്. അപ്പോൾ അത് യുണീക്കാണ്. അപ്പോൾ അത് നമുക്കിവിടെ അസൈൻ ചെയ്യുക. ഇപ്പോൾ ഇവിടെ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ എറർ പോയി കിട്ടും. ഇവിടെ ഡേറ്റയും കാണുന്നുണ്ട്, യൂസേഴ്സും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റ എവിടെ നിന്നാണ് വരുന്നത്? app.tsxലത്തെ ഈ കൺസോൾ ചെയ്ത ഡേറ്റ ആണ്. പക്ഷേ ഈ യൂസേഴ്സിൻ്റെ ലിസ്റ്റ് വരുന്നത് ഈ ബാക്കപ്പ് യൂസേഴ്സിൻ്റെ ഉള്ളിൽ കൺസോൾ ചെയ്തിട്ടുള്ള ഈ യൂസേഴ്സിൻ്റെ ഉള്ളിൽ നിന്നാണ്. ഇവിടെ ബേസിക്കലി നമ്മൾ എന്ത് ചെയ്തു, ഈ ക്യാഷിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മളിതിനെ പുള്ള് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, ഇവിടെ നേരത്തെ ഇറ്ററേറ്റ് ചെയ്ത പോലെ തന്നെ ഈ സെയിം സാധനം ഇവിടെ ഇറ്ററേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ H1ൻ്റെ അടി വന്നിട്ട് ഇത് പേസ്റ്റ് ചെയ്യുക. ഈ ഡേറ്റേൻ്റെ പകരം നമുക്കിവിടെ യൂസേഴ്സ് എന്നാക്കാം. ഇതിപ്പോൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ബാക്കപ്പ് യൂസേഴ്സിനുള്ളിലും ആ ഡേറ്റ കാണുന്നുണ്ട്. എന്നിട്ട് നെറ്റ്വർക്ക് ടാബ് ഓപ്പൺ ചെയ്താലോ നമുക്ക് ആകെ ഒരു API കോളേ പോകുന്നുള്ളൂ. കാരണം ഇത് ക്യാഷിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ ഡാറ്റനെ ഫെച്ച് ചെയ്തത്. പക്ഷേ ഇതിൻ്റെ യൂസേജ് നിങ്ങൾക്ക് കുറവായിരിക്കും ഈ ഗെറ്റ് ക്വയറി ഡേറ്റൻ്റെ. ഇത് ചില കേസിൽ മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പകരം യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ കുറച്ചായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ഈ സെയിം കോഡ് റീഫാക്ടർ ചെയ്തിട്ട് കമ്പനി ലെവലിൽ എങ്ങനെ എഴുതണം നോക്കണം. പക്ഷെ അതിന് മുന്നേ നമുക്ക് ഒരു ഹുക്കും കൂടി നോക്കാം. അതിൻ്റെ പേരാണ് യൂസ് മ്യൂട്ടേഷൻ. അപ്പോൾ അതിനായി നമുക്കിവിടെ യൂസ് ക്വയറിൻ്റെ താഴെ വന്നിട്ട് ഇവിടെ നമുക്ക് യൂസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഹുക്ക് ഇമ്പോർട്ട് ചെയ്യുക. ഇത് ഇമ്പോർട്ട് ചെയ്യുന്നതും ടാൻസ്റ്റാക്ക് ക്വയറിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഈ യൂസ് മ്യൂട്ടേഷൻ ഹുക്ക് എന്തിനാണ്? അപ്പോൾ ഇത്ര നേരം നമ്മൾ ബേസിക്കലി ചെയ്തത് യൂസ് ക്വയറി വെച്ചിട്ടാണ്. അത് നമ്മൾ ഡാറ്റ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് നമുക്ക് ഡാറ്റ ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് ഡാറ്റ പോസ്റ്റ് ചെയ്യണം, അതായത് സെർവറിലേക്ക് ഡാറ്റ കൊടുക്കണം. അത് നമുക്ക് യൂസ് ക്വയറി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ചെയ്യാനാണ് യൂസ് മ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹുക്ക് ഉള്ളത്. അപ്പോൾ യൂസ് മ്യൂട്ടേഷൻ്റെ ഹുക്കിൽ നമ്മൾ ഇതേ നേരത്തെ ചെയ്ത പോലത്തെ ഒരു ഒബ്ജക്റ്റ് തുറക്കും. ഇവിടെ വന്നിട്ട് മ്യൂട്ടേഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആട്രിബ്യൂട്ട് ഇവിടെ എഴുതും. അതിനുശേഷം ഏത് API ആണോ വിളിക്കേണ്ടത് ആ API നമ്മൾ ഇതിനുള്ളിൽ എഴുതണം. അപ്പോൾ നമ്മളുടെ കേസിൽ ഈ സെയിം യൂസർ ലിസ്റ്റ് API തന്നെയാണ്. അപ്പോൾ അത് ഇവിടെ കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ടാഗ് വ്യത്യാസം വരുത്തേണ്ടത് ഇവിടെ ആക്സിയോസിൻ്റെ അവിടെ ബൈ ഡീഫോൾട്ട് ഗെറ്റ് ആണല്ലോ. അപ്പോൾ അത് നമുക്ക് പോസ്റ്റ് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു ഒബ്ജക്റ്റ് തുറക്കും. മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, മെത്തേഡ് പോസ്റ്റ് എന്ന് കൊടുക്കും. പിന്നെ നമ്മൾ അതിൻ്റെ ഡേറ്റ പറഞ്ഞു കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ ഡാറ്റ പറഞ്ഞു കൊടുക്കേണ്ടത്, ഇപ്പോൾ നമുക്കിവിടെ സെർവർ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മളിവിടെ ബേസിക്കലി ഒരു ഒബ്ജക്റ്റ് എടുത്തിട്ട് അത് യൂസേഴ്സിനുള്ളിലേക്ക് പുഷ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണത്. അപ്പോൾ ഈ അരേൻ്റെ ഉള്ളിലേക്ക് പുഷ് ആയിക്കോളും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഡേറ്റൻ്റെ ഉള്ളിൽ നമുക്ക് ID 5 എന്ന് പറയാം. എന്നിട്ട് ഇവിടെ നെയിം = ഡീബഗ് മീഡിയ എന്ന് പറഞ്ഞു കൊടുക്കുക. പക്ഷേ ഇതിപ്പോൾ എങ്ങനെ ഇപ്പോൾ പുഷ് ചെയ്യും? കാരണം ഇതിപ്പോൾ ഓൺലോഡിലല്ലോ പുഷ് ചെയ്യേണ്ടത്. അപ്പോൾ യൂസ് ക്വയറി ഡീസ്ട്രക്ചർ ചെയ്ത പോലെ തന്നെ ഇവിടെ നമുക്ക് ഡീസ്ട്രക്ചർ ചെയ്തിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് കിട്ടും. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് തുറന്നിട്ട് കൺട്രോളും സ്പേസ് അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് യൂസ് ക്വയറി തന്ന പോലെ തന്നെ. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ട ആട്രിബ്യൂട്ട് ഏതാണെന്ന് വെച്ചാൽ മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മെത്തേഡാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ വെച്ചിട്ടായിരിക്കും നമ്മൾ ബേസിക്കലി ഈ APIനെ ഈ മ്യൂട്ടേഷൻ ഫംഗ്ഷനെ ഇൻവോക്ക് ചെയ്യുക, അല്ലാതെ അത് ഇൻവോക്ക് ആവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ മ്യൂട്ടേറ്റ് ഫംഗ്ഷൻ എടുക്കുക. അത് എന്നിട്ട് നമുക്ക് ഈ ബട്ടൻ്റെ ഇവിടെ വേറൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാം, പോസ്റ്റ് യൂസർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യൂസറിനെ അല്ലെങ്കിൽ നമുക്ക് ആഡ് യൂസർ എന്ന് കൊടുക്കുക. ആഡ് യൂസർ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ വന്നിട്ട് ഈ ഓൺ ക്ലിക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ആകെ ചെയ്യാൻ പോണത് ഈ മ്യൂട്ടേഷൻ ഫംഗ്ഷൻ ട്രിഗർ ചെയ്യൽ മാത്രമാണ്.
അപ്പോൾ ഇത് ഇൻവോക്ക് ചെയ്യൽ മാത്രമാണ് നമ്മൾ ഇതിൽ ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ള ലോജിക്കൊക്കെ ഈ മ്യൂട്ടേഷൻ ഫംഗ്ഷൻ്റെ ഉള്ളിലുണ്ട്. അതിനുശേഷം ഇത് സേവ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ റിട്ടേൺ ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമുള്ളതല്ല, കാരണം നമുക്ക് ഈ ഡാറ്റ നമ്മൾ എവിടെയും യൂസ് ചെയ്യണില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പക്ഷേ നമുക്ക് എന്ത് ചെയ്താൽ തൽക്കാലം ഈ റിട്ടേൺ റിമൂവ് ചെയ്യുക, ഈ കോൺസ്റ്റ് റെസ്പോൺസ് റിമൂവ് ചെയ്യുക, ജസ്റ്റ് ഈ ഡയറക്റ്റ് API കോൾ മാത്രം ചെയ്താൽ മതി. ഇതിപ്പോൾ സേവ് ചെയ്തതിന് ശേഷം നമ്മൾ വെബ് പേജിൽ പോയിട്ട് റിഫ്രഷ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ആഡ് യൂസറിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ പോസ്റ്റ് API പോയിട്ടുണ്ട്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പേലോഡിൻ്റെ ഉള്ളിൽ ID 5 നെയിം ഡീബഗ് മീഡിയ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ APIൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ എൻ്റെ റെസ്പോൺസ് നോക്കിയാലോ നമുക്ക് ആ സെയിം ഡാറ്റ തന്നെ റിട്ടേൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ആക്ച്വലി പറഞ്ഞു തരാൻ പറ്റും. ഒന്നിപ്പോൾ ഇവിടെ നോക്കണമെങ്കിൽ ഡീബഗ് മീഡിയ എന്നുള്ള പേര് ഈ ലിസ്റ്റിൽ ഓട്ടോമാറ്റിക് ആഡായി. അതെങ്ങനെയാണ് ആഡ് ആയത്? കാരണം നമ്മളിവിടെ ഫ്രണ്ട് എൻഡ് നോക്കുകയാണെങ്കിൽ ഒരു ആഡ് ചെയ്യാനുള്ള ലോജിക്ക് നമ്മളിവിടെ എഴുതിയിട്ടില്ല. പിന്നെ അത് എങ്ങനെയാണ് അവിടെ ആഡ് ആയത്? അപ്പോൾ അതൊന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടി അപ്പോൾ ഇവിടെ റീഫ്രഷ് ചെയ്യാം. നമുക്ക് ഈ സെർവർ റീസ്റ്റാർട്ട് ചെയ്യാം ബാക്ക് എൻഡിലത്തെ. കാരണം അതിപ്പോൾ ഇൻ മെമ്മറിയിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും റീസ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ തിരിച്ച് ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇപ്പോൾ ഡീബഗ് മീഡിയ ഇല്ല. ആകെ ഒരു API കോളാണ് പോയിട്ടുള്ളത്. അത് ഓൺ ലോഡിൽ ഡാറ്റനെ പുൾ ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ഫെച്ച് യൂസർ എന്നുള്ളത് ആക്ച്വലി റിമൂവ് ചെയ്യുക. കാരണം ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഓൾറെഡി ഇനീഷ്യൽ ലോഡിൽ നമ്മളത് വിളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡാറ്റ മൊത്തം കിട്ടി, ഒരു API കോൾ പോവുകയും ചെയ്തു, അതിലെല്ലാം ഡാറ്റ ഉണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിക്കോ, ആഡ് യൂസർ അമർത്തിയപ്പോൾ പോസ്റ്റ് പോയി, കണ്ടില്ലേ, ഡീബഗ് മീഡിയ പോയി. പക്ഷേ ഇപ്രാവശ്യം ഇവിടെ ഡീബഗ് മീഡിയ ആഡ് ആയില്ല. ഇനിയിപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാനിപ്പോൾ VS കോഡിലേക്ക് തിരിച്ച് പോയി. ഇനി ഞാൻ തിരിച്ച് വെബ് പേജിലേക്ക് പോകുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഇവിടെ ഡീബഗ് മീഡിയ ആഡ് ആയി. അപ്പോൾ അതെങ്ങനെയാണ് ഇത് ആഡ് ആയത്? ഇപ്പോൾ ഇവിടെ ഞാനിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ വേറൊരു ഗെറ്റ് API ട്രിഗർ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളൊന്നും അമർത്തിയിട്ടില്ല ട്രിഗർ ആവാൻ. കാരണം നമുക്കറിയാം നമ്മുടെ റീഫ്രഷിൽ മാത്രമാണ് API ട്രിഗർ ആവുള്ളൂ. അപ്പോൾ ഇത് റിയാക്ട് ക്വയറിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയറാണ്. അതായത് നമ്മൾ പേജിൽ നിന്ന് ഫോക്കസ് പോയതിന് ശേഷം ആ പേജിലേക്ക് തിരിച്ച് ഫോക്കസ് വന്നു കഴിഞ്ഞാൽ ആ API റീട്രിഗർ ചെയ്യും. അതായത് ഈ യൂസ് ക്വയറി റീട്രിഗർ ആവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ തിരിച്ച് വെബ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് 3 API കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ തിരിച്ച് VS കോഡിലേക്ക് പോയിട്ട് തിരിച്ച് വന്നാൽ അത് 4 ആയിട്ടുണ്ടാവും. അങ്ങനെ ഞാൻ എത്ര പ്രാവശ്യം ചെയ്യുന്നു അത്ര പ്രാവശ്യം API കൂടിക്കൊണ്ടിരിക്കും. കാരണം ഓരോ പ്രാവശ്യം പേജ് ഫോക്കസ് ആകുമ്പോൾ API കോൾ ട്രിഗർ ആവും. അപ്പോൾ ഞാനിപ്പോൾ അത് വേറെ ടാബിൽ പോയിട്ട് തിരിച്ച് വന്നാലും API കോൾ ട്രിഗർ ആവും. ഇനിയിപ്പോൾ നിങ്ങൾക്കത് വേണ്ടെങ്കിൽ നമുക്കിവിടെ യൂസ് ക്വയറിൻ്റെ ഉള്ളിൽ വന്നിട്ട് റീഫെച്ച് ഓൺ വിൻഡോ ഫോക്കസ് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് കാണാൻ പറ്റും. അത് ഫോൾസ് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ സേവ് ചെയ്തിട്ട് റീഫ്രഷ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ തിരിച്ച് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ കാണാൻ പറ്റും ആ API അവിടെ ലോഡ് ആവില്ല. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, നമ്മളുടെ സെർവർ റീസ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇവിടെ ഡാറ്റ കിട്ടും. ഇനിയിപ്പോൾ ഇവിടെ ഇതിൽ ഡീബഗ് മീഡിയ ഇല്ല, ഞാനിപ്പോൾ ആഡ് യൂസർ അമർത്തുന്നു, API പോയി, പക്ഷെ ഇവിടെ ഇപ്പോൾ ഡീബഗ് മീഡിയ ഇല്ല. ഞാൻ ഇപ്പോൾ VS കോഡിൽ പോയിട്ട് തിരിച്ചു വന്നാലും ആ ഡാറ്റ അവിടെ കാണില്ല. കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആ റീഫെച്ച് ഓൺ ഫോക്കസ് ഫോൾസ് ആക്കി കൊടുത്തു. അപ്പോൾ ഇനിയാണ് ആക്ച്വലി നമ്മൾ ഈ വന്നിട്ടുള്ള ഡാറ്റ ഇതിനുള്ളിലേക്ക് അപ്പൻഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നെങ്കിൽ നമുക്ക് ഈ വരുന്ന റെസ്പോൺസ് എടുത്തിട്ട് ഈ ക്വയറിൻ്റെ ഉള്ളിലേക്ക് അപ്പൻഡ് ചെയ്യാം. അത് ചെയ്യാൻ നമ്മൾ ഇവിടെ നേരത്തെ ഗെറ്റ് ക്വയറി ഡാറ്റ ഉപയോഗിച്ച പോലെ സെറ്റ് ക്വയറി ഡാറ്റ ഉണ്ട്. അത് നമ്മൾ ഇപ്പോൾ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ വായിച്ചാൽ മനസ്സിലാവും. അത് നമ്മൾ സ്റ്റേറ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് സെറ്റ് ക്വയറി ഡാറ്റ. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഈ യൂസ് മ്യൂട്ടേഷൻ്റെ ഓൺ സക്സസ് എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ഓൺ സക്സസ്. ഇപ്പോൾ യൂസ് ക്വയറിയിൽ തന്നെ നിങ്ങൾക്ക് ഈ കുറേ ക്വയറി ഫംഗ്ഷൻ റീഫെച്ച് ഓൺ വിൻഡോ ഫോക്കസ് കിട്ടുന്ന പോലെ യൂസ് മ്യൂട്ടേഷനും കുറേ കാര്യങ്ങളുണ്ട്. മ്യൂട്ടേഷൻ ഫംഗ്ഷൻ, ഓൺ സക്സസ്, പിന്നെ അതേപോലെ ഓൺ എറർ, അങ്ങനെ കുറേ ഫംഗ്ഷൻസ് യൂസ് മ്യൂട്ടേഷൻ തരുന്നുണ്ട്. അപ്പോൾ ഓൺ സക്സസിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ആ ഡാറ്റ കിട്ടും. ഈ ഡാറ്റ കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഡാറ്റ സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഗെറ്റ് ക്വയറി ഡാറ്റ പോലെ സെറ്റ് ക്വയറി ഈ ഡാറ്റ വെച്ചിട്ട്. പക്ഷെ അത് ഞാനിവിടെ കാണിച്ചിരുന്നില്ല. നേരെ മറിച്ച് നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രാക്ടീസാണ് ക്വയറിനെ ഇൻവാലിഡേറ്റ് ചെയ്യുക. അതായത് റിയാക്ട് ക്വയറിനോട് പറഞ്ഞു കൊടുക്കുക, അതായത് ഈ ഒരു ക്യാഷ് ഔട്ട്ഡേറ്റഡ് ആണ്, ഈ ക്യാഷിനൊന്ന് ഇൻവാലിഡേറ്റ് ചെയ്യണമെന്ന്. അതായത് ഇൻവാലിഡേറ്റ് ചെയ്യാന്ന് വെച്ചാൽ പുതിയൊരു ഡാറ്റനെ ആ ക്യാഷിലേക്ക് സ്റ്റോർ ചെയ്യണമെന്ന്. അപ്പോൾ അത് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ ഈ API കോള് റീട്രിഗർ ആവും, എന്നിട്ട് പുതിയ ഡാറ്റ നമുക്ക് കിട്ടും. അപ്പോൾ അത് ചെയ്യാനായി നമ്മൾ മ്യൂട്ടേഷൻ ഫംഗ്ഷൻ്റെ ഇവിടെ കോമറ്റിന് ശേഷം ഓൺ സക്സസ് എഴുതാം, നേരത്തെ എഴുതിയ പോലെ. എന്നിട്ട് ഇവിടെ നമ്മൾ മാനുവലി വന്നിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സെറ്റ് ക്വയറി ഡാറ്റ ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്യണതിൻ്റെ പകരം നമ്മളിവിടെ വന്നിട്ട് ആദ്യം യൂസ് ക്വയറി ക്ലയൻറ്റ് ഇത് ഇമ്പോർട്ട് ചെയ്യും, നേരത്തെ ബാക്കപ്പ് യൂസേഴ്സിൽ ചെയ്ത പോലെ തന്നെ. കാരണം ഈ ഗെറ്റ് ക്വയറി ഡാറ്റ ഈ യൂസ് ക്വയറി ക്ലയൻറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. അപ്പോൾ ഇത് ഗെറ്റ് ക്വയറി ഡാറ്റ കിട്ടാൻ നമ്മൾ യൂസ് ക്വയറി ക്ലയൻറ്റ് യൂസ് ചെയ്യേണ്ടി വന്നു. അതേപോലെ ക്വയറി ഇൻവാലിഡേറ്റ് ചെയ്യാനും ഈ യൂസ് ക്വയറി ക്ലയൻറ്റ് യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ക്വയറി എടുക്കുക, ഓൺ സക്സിൻ്റെ ഉള്ളിൽ വരാം, ക്വയറി ഡോട്ട് ഇൻവാലിഡേറ്റ് എന്ന ടൈപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇൻവാലിഡേറ്റ് ക്വയറീസ്. ഇതിൻ്റെ ഉള്ളിൽ വന്നിട്ട് ആദ്യം നമ്മളൊരു ഒബ്ജക്റ്റ് തുറക്കും. ഒബ്ജക്റ്റ് തുറന്നതിന് ശേഷം നമുക്ക് ഏത് കീ ആണോ ഇൻവാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കീൻ്റെ പേര് കൊടുക്കുക. നമ്മുടെ കേസിൽ ഈ യൂസേഴ്സ് കീ ആണ്. അപ്പോൾ ഇതെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കണ്ട്
പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇൻവാലിഡേറ്റ് എന്ന് വെച്ചാൽ ബേസിക്കലി റീഫെച്ച് എന്ന് ആലോചിച്ചാൽ മതി. അതായത് ഇവിടെ കൊടുത്തിട്ടുള്ള കീസിനെ റീഫെച്ച് ചെയ്യുമെന്നും കൂടി. ഈ യൂസേഴ്സിനെ റീഫെച്ച് ചെയ്യാന്ന് വെച്ചാൽ ഈ യൂസ് ക്വയറി റീഫെച്ച് ചെയ്യാണ് ബേസിക്കലി. അപ്പോൾ അത് കാണാനായി ഒന്ന് ബാക്കിൽ പോയിട്ട് ഇത് റിഫ്രഷ് ചെയ്യുക. ഇപ്പോൾ യൂസേഴ്സ് ഗെറ്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഡീബഗ് മീഡിയ ഇല്ല. ഇനിയിപ്പോൾ ഞാൻ ആഡ് യൂസർ അമർത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു പോസ്റ്റ് റിക്വസ്റ്റും പോകുന്നുണ്ട്, ഒരു ഗെറ്റ് റിക്വസ്റ്റും പോകുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ് റിക്വസ്റ്റിലെ ഡാറ്റ നമ്മൾ പോസ്റ്റ് ചെയ്തു, അതിനുശേഷം ഇൻവാലിഡേറ്റ് ക്വയറി ഇത് ട്രിഗർ ചെയ്തപ്പോൾ എന്ത് പറ്റി, ഈ യൂസ് ക്വയറി റീറൺ ആയിട്ട് നമുക്ക് പുതിയ ഫ്രഷ് ഡാറ്റ സെർവറിൽ നിന്ന് പുൾ ചെയ്തെടുത്തു. അപ്പോൾ അതിൽ ഡീബഗ് മീഡിയ എന്ന് പറഞ്ഞിട്ട് ആ ഡാറ്റ ഉണ്ട്. അപ്പോൾ ഈ ഇൻവാലിഡേറ്റ് ക്വയറിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് കുറേ ലോജിക്ക് ഹാൻഡിൽ ചെയ്യേണ്ടൊന്നും വരുന്നില്ല. അതായത് നമുക്കിപ്പോൾ ഏത് പേജിൻ്റെ ഉള്ളിൽ നിന്നും അല്ലെങ്കിൽ ഏത് കമ്പോണൻ്റ് ഉള്ളിൽ നിന്നും ഈ ക്വയറി ഡോട്ട് ഇൻവാലിഡേറ്റ് ക്വയറി വിളിച്ചു കഴിഞ്ഞാൽ ഈ API ബേസിക്കലി റീറൺ ആവും. അപ്പോൾ ആ ക്യാഷിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ട് പുതിയ ഡാറ്റനെ എടുക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് ഇൻവാലിഡേറ്റ് ക്വയറീസ് എന്നുള്ളത്. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു സംഭവം കൂടി ചെക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ആ ഒരു അഡ്വാൻസ് ലെവലുള്ള റീഫാക്ടറിങ് ചെയ്യാം. അതെന്താണെന്ന് വെച്ചാൽ റിയാക്ട് ക്വയറി ഡെവ് ടൂൾസ് ആണ്. അതെ, റിയാക്ട് ക്വയറി നമുക്ക് ഡെവ് ടൂൾസും തരുന്നുണ്ട്, റീഡക്സ് തരുന്നത് പോലെ. അതിന് വേണ്ടി നമുക്ക് ഇത് കോപ്പി ചെയ്യാം. ഇവിടെ ടെർമിനലിൽ വന്നതിന് ശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് ഇത് ഇൻസ്റ്റാൾ ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ പ്രൊവൈഡറിന്റെ ഉള്ളിൽ റിയാക്ട് ക്വയറി ഡെവ് ടൂൾസ് വേണ്ടിയിട്ട് ഒരു കമ്പോണന്റ് നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് നേരെ main.tsxൽ വന്നിട്ട് ഇവിടെ അത് പേസ്റ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് അതിന് ശേഷം ഈ ഡെവ് ടൂൾസ് ഇമ്പോർട്ട് ചെയ്യുക റിയാക്ട് ക്വയറിൻ്റെ ഉള്ളിൽ നിന്ന്. ഇനീഷ്യൽ ഓപ്പൺ ഫോൾസ് കൊടുക്കുക, അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന വെച്ചാൽ പേജ് ലോഡ് ആകുമ്പോൾ തന്നെ അത് ഓപ്പൺ ആയിട്ട് കിടക്കും. ഇതിപ്പോൾ ഇനി സേവ് ചെയ്യുക, 10 PM റൺ ഡെവ് കൊടുക്കുക, കാരണം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തിരിച്ച് നമ്മളുടെ പേജിൽ വന്നിട്ട് ഇവിടെ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഒരു പുതിയ ഐക്കൺ കാണാൻ പറ്റും താഴെ കോർണറിൽ റൈറ്റ് സൈഡിൽ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും റിയാക്ട് ക്വയറിൻ്റെ ഡെവ് ടൂൾസ് ആണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് ഡീബഗ് ചെയ്യാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. എന്താണ് കംപ്ലീറ്റ്ലി ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് നമുക്ക് ഇതിൽ കൂടെ കാണാൻ പറ്റും. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ ഒരു ഡെവ് ടൂൾസ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക, കാരണം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് റീഫാക്ടറിംഗിലേക്ക് കടക്കാം. അപ്പോൾ അതിനായി നമുക്ക് app.tsxൽ വരാം. ഇവിടെ ഒപ്പം ഞാൻ ഈ ബാക്കപ്പ് യൂസേഴ്സ് പോലെ വേറൊരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ലിസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് app.tsxൽ ലിസ്റ്റ് ചെയ്യുന്നതിന് പകരം ഈ ഒരു ഫയൽ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ സെയിം ഫയൽ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇവിടെ ഞാൻ ബാക്കപ്പ് യൂസേഴ്സിന് പകരം ലിസ്റ്റ് യൂസേഴ്സ് എന്നുള്ള പേര് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ പേര് മാറ്റുക, ഇവിടെ ലിസ്റ്റ് യൂസേഴ്സ് എന്നാക്കുക, ഇവിടെ ലിസ്റ്റ് യൂസേഴ്സ് എന്നാക്കുക. എന്നിട്ട് ഈ കോഡൊക്കെ റിമൂവ് ചെയ്യുക. ബേസിക്കലി ഈ app.tsxനുള്ളിൽ കാണുന്ന കോഡ് ഫുൾ നമുക്ക് എന്ത് ചെയ്യുക, ആ ലിസ്റ്റ് യൂസേഴ്സിൻ്റെ ഫയലിലേക്ക് ആക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് യൂസേഴ്സ് ഉണ്ട്, ബാക്കപ്പ് യൂസേഴ്സ് ഉണ്ട്. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പോർട്ട്സ് ഒക്കെ റിമൂവ് ചെയ്യാം. ഹുക്സ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇതിനുള്ളിലായിരിക്കും നമ്മൾ എല്ലാ ഹുക്സുകളും ക്രിയേറ്റ് ചെയ്യുക. കാരണം നമ്മൾ കസ്റ്റം ഹുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും ഹുക്സിൻ്റെ ഫോൾഡറിലാണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മളുടെ ഈ റിയാക്ട് ക്വയറിൻ്റെ ഹുക്സുകളും. ഇത് നമ്മളൊരു കസ്റ്റം ഹുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ഹുക്സിൻ്റെ ഉള്ളിൽ നമ്മൾ ബേസിക്കലി ചെയ്യാൻ പോകുന്നത് നമ്മൾ യൂസർ ലിസ്റ്റ് ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ എഴുതാം യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ .tsx എന്ന് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ലിസ്റ്റ് യൂസറിൻ്റെ ഉള്ളിലത്തെ കോഡുകൾ ബേസിക്കലി ഇവിടെ നിന്ന് എടുക്കുക. അതായത് യൂസ് ക്വയറിൻ്റെ കോഡ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇടാം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം ഇവിടെ എക്സ്പോർട്ട് കോൺസ്റ്റ് യൂസർ ലിസ്റ്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ക്വയറിയുടെ ലോജിക്ക് എഴുതാം. ഇവിടെ നമുക്ക് യൂസ് ക്വയറി എന്നുള്ളത് ഇമ്പോർട്ട് ചെയ്യുക, അതേപോലെ ആക്സിയോസ് എന്നുള്ളതും ഇമ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് റീസ്ട്രക്ചർ ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്യുക, ഡയറക്റ്റ് യൂസ് ക്വയറി തന്നെ ഇവിടെ റിട്ടേൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് ഗുണം എന്ന് വെച്ചാൽ ഈ യൂസർ ലിസ്റ്റ് ഹുക്ക് വിളിക്കുമ്പോൾ ഈ യൂസ് ക്വയറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസിനും ആക്സസ് കിട്ടും. പിന്നെ ഈ API കോൾ പൊതുവെ വേറൊരു ഫംഗ്ഷനിലായിരിക്കും എഴുതുക. അതാകുമ്പോൾ ഈ ആക്സിയോസ് എന്നുള്ളത് അതാകുമ്പോൾ ഈ URL പിന്നെയും പാസ് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് യൂസ് മ്യൂട്ടേഷൻ എന്ത് ചെയ്യുക, ഇതും കോപ്പി ചെയ്യുക. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ഒന്നുകിൽ ഈ സെയിം ഫയലിൽ തന്നെ ഈ യൂസറിൻ്റെ റിലേറ്റഡ് എല്ലാ ഹുക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ മ്യൂട്ടേഷന് സെപ്പറേറ്റ് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. പക്ഷേ ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുക അതൊരു ഫയലിൽ തന്നെ ക്രിയേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, എക്സ്പോർട്ട് കോൺസ്റ്റ് യൂസർ ലിസ്റ്റ് മ്യൂട്ടേറ്റ് എന്ന് പറഞ്ഞിട്ട് ഹുക്ക് ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ തന്നെ നമുക്ക് ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മ്യൂട്ടേറ്റ് ഡീസ്ട്രക്ചർ ചെയ്യുന്നതിന് പകരം നമുക്കിത് മൊത്തമായിട്ട് ഇവിടെ റിട്ടേൺ ചെയ്യാം. എന്നിട്ട് ഈ ക്വയറിക്ക് ഇൻവാലിഡേറ്റ് അത് നമുക്ക് എന്ത് ചെയ്യുക, ഈ യൂസ് ക്ലയൻറ്റ് ബേസിക്കലി ആ മ്യൂട്ടേഷൻ ഹുക്കിൻ്റെ ഉള്ളിൽ തന്നെ പേസ്റ്റ് ചെയ്യുക, ഈ ക്ലയൻറ്റ് ഇമ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ ബേസിക്കലി യൂസർ ലിസ്റ്റ് മ്യൂട്ട് ചെയ്യുന്ന ഹുക്കും യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞ ഹുക്കും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ആകെ നമുക്ക് ചെയ്യേണ്ടത് ഈ യൂസർ ലിസ്റ്റ് എന്നുള്ള ഹുക്ക് ലിസ്റ്റ് യൂസറിൻ്റെ ഉള്ളിൽ വിളിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കാണുന്ന ഈ യൂസ് സ്ക്വയർ എന്നുള്ള ലോജിക്ക് നമുക്ക് റിമൂവ് ചെയ്തിട്ട് യൂസർ ലിസ്റ്റ് എന്നാക്കിയിട്ട് വിളിച്ചാൽ മതി ഡയറക്റ്റ്. ഇതിപ്പോൾ ഇനി ഇമ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്തായാലും നല്ല ക്ലീൻ ആയിട്ട് കോഡ് കിട്ടി. ഇനി അതേപോലെ തന്നെ ഈ യൂസ് മ്യൂട്ടേഷനും അതും ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഇവിടെ യൂസർ ലിസ്റ്റ് മ്യൂട്ടേറ്റ് എന്നുള്ള ഫംഗ്ഷൻ വിളിക്കുക. അപ്പോൾ ഇതും നമുക്ക് ക്ലീൻ ആയിട്ട് കിട്ടി. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ലോജിക്കും നടക്കുന്നത് ഇപ്പോൾ ഈ ഫയലിൻ്റെ ഉള്ളിലാണ്.
അപ്പോൾ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താണ്ടെങ്കിൽ അത് ഈ ഫയലിൽ വന്നിട്ട് മാറ്റം വരുത്തിയാൽ മതി. അതുകൊണ്ട് നമ്മൾ ഈ കമ്പോണന്റിൽ ഈ ഹുക്കുകൾ വിളിക്കുമ്പോൾ ക്ലീൻ ആയിട്ട് കിടന്നോളും. എന്നിട്ട് ഈ ഇമ്പോർട്ടുകളൊക്കെ റിമൂവ് ചെയ്യുക അവിടെ നിന്ന്. ഇവിടെ ഈ വാർണിംഗ് വരുന്നത് നമ്മൾ ഈ ബട്ടൺ കമന്റ് ചെയ്തുകൊണ്ടാണ്. ഇതാണ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർണിംഗ് പോയി കിട്ടും. ഇപ്പോൾ റീഫാക്ടറിങ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എവിടൊക്കെ ഈ ഡാറ്റ കിട്ടണം അവിടൊക്കെ ഇത് വിളിക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ ഈ ഡാറ്റ നമുക്ക് 3 സ്ഥലത്ത് വേണം. ഒന്ന് നമുക്ക് വേണ്ടത് app.tsxനുള്ളിൽ, പിന്നെ ലിസ്റ്റ് യൂസേഴ്സിനുള്ളിൽ, പിന്നെ ബാക്കപ്പ് യൂസേഴ്സിനുള്ളിൽ. ഈ എല്ലാ സ്ഥലത്ത് ഈ സെയിം ഡാറ്റ വേണം. അത് ഫോർ എക്സാമ്പിൾ വേറെ പേജ് എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഡാറ്റ എല്ലായിടത്തും വേണ്ടത്. അപ്പോൾ ഈ ലിസ്റ്റ് യൂസേഴ്സിൻ്റെ മേലെ നമുക്കിവിടെ മെയിൻ യൂസർ എന്ന് പറഞ്ഞിട്ട് മെയിൻ യൂസർ ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഈ API വിളിക്കണം. അപ്പോൾ നേരത്തെ കോഡ് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ യൂസ് ക്വയറി എല്ലായിടത്തും വിളിക്കണം. പക്ഷേ ഇതിപ്പോൾ നമ്മൾ റീഫാക്ടർ ചെയ്തുകൊണ്ട് എന്ത് പറ്റി, നമുക്ക് ഡയറക്റ്റ് ഈ ലൈൻ ഓഫ് കോഡ് എടുത്തിട്ട് ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഇത് ഇമ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം ഈ സ്ലോഡിങ് മിസ് എററൊക്കെ റിമൂവ് ചെയ്യുക. നമുക്ക് വെറും ഡാറ്റ മാത്രം ഡയറക്റ്റ് ഫെച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമുക്ക് ഈ URLൻ്റെ ലൂപ്പ് എടുത്തിട്ട് ഇതിനുള്ളിൽ ഇട്ട് കൊടുക്കുക. ഇത്ര സിമ്പിളാണ്. ഇനിയിപ്പോൾ ഇത് സേവ് ചെയ്യുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമുക്കിപ്പോൾ ബാക്കപ്പ് യൂസറിനുള്ളിൽ വിളിക്കണമെങ്കിൽ ഈ സെയിം യൂസർ ലിസ്റ്റ് എടുക്കുക. ഈ ഗെറ്റ് ക്വയറി ഡാറ്റേൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഡയറക്റ്റ് ഇവിടെ ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുക. അതിന് ശേഷം ക്വയറി ക്ലയൻറ്റ് റിമൂവ് ചെയ്യുക. ഈ ഡാറ്റ യൂസേഴ്സ് എന്നുള്ളത് ഡാറ്റയാക്കി മാറ്റാം. ഇതിപ്പോൾ സേവ് ചെയ്യുക. യൂസർ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഓൾറെഡി ആ ലോജിക്ക് ഉണ്ടാവണമൊന്നും ചെയ്യേണ്ട. നമുക്ക് വേണമെങ്കിൽ ഈ സക്സസ്സും ഈ കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് ക്ലീൻ ആക്കി വെക്കാം. ഇപ്പോൾ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും യൂസർ ലിസ്റ്റിൻ്റെ ഉള്ളിൽ ഈ യൂസർ ലിസ്റ്റ് ഹുക്ക് വിളിക്കുന്നുണ്ട്, ബാക്കപ്പിനുള്ളിലും അത് വിളിക്കുന്നുണ്ട്, ആപ്പിൻ്റെ ഉള്ളിലും അത് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഹുക്ക് തന്നെ 3 ഫയലിലാണ് വിളിക്കുന്നത്. അപ്പോൾ 3 പ്രാവശ്യമാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ നോർമൽ കേസിൽ നമ്മൾ ഈ ഹുക്കിനുള്ളിൽ API വിളിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, 3 പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം അത് ട്രിഗർ ആവും. പക്ഷേ റിയാക്ട് ക്വയറിൻ്റെ കേസിൽ ഇനിയിപ്പോൾ നമ്മൾ വെബ് പേജ് വന്നിട്ട് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒറ്റ പ്രാവശ്യം ഈ API ട്രിഗർ ആവുന്നുള്ളൂ. 3 പ്രാവശ്യം ട്രിഗർ ആവുന്നില്ല. കാരണം എന്താണ്, റിയാക്ട് ക്വയറിൻ്റെ ക്യാഷിൻ്റെ അഡ്വാൻറ്റേജ് കാരണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് 3 പ്രാവശ്യം ട്രിഗർ ആവാത്തത്. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ആഡ് യൂസർ കണ്ടില്ലേ, അതിപ്പോൾ നമ്മൾ എഴുതിയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് യൂസർ ലിസ്റ്റിൻ്റെ ഉള്ളിലാണ്. ഇതെവിടെ ഈ ലിസ്റ്റ് യൂസർ തന്നെ കമ്പോണൻ്റ് ഉള്ളിലാണ് ഈ ആഡ് യൂസർ ഉള്ളത്. ഇത് ചെയ്യേണ്ടത് എന്താണ്, ഇത് മ്യൂട്ടേറ്റ് ചെയ്യും. അതായത് ബേസിക്കലി പോസ്റ്റ് API വിളിക്കും. അത് വിളിച്ചിട്ട് ക്വയറീസിനെ ഇൻവാലിഡേറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റി, ഇത് ഈ കമ്പോണൻറ്റ് അതായത് ലിസ്റ്റ് യൂസർ കമ്പോണൻ്റ് ഉള്ളിലാണ് ഇത് ട്രിഗർ ചെയ്യുമെങ്കിൽ പോലും ഈ യൂസേഴ്സ് എന്നുള്ള കീ ആണ് ഇൻവാലിഡേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ യൂസേഴ്സ് എന്നുള്ള കീ എവിടെയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ ഇത് ഇൻവാലിഡേറ്റ് ആവും. അതായത് ഈ കേസിൽ ബാക്കപ്പ് യൂസറും ആപ്പ് യൂസറിൻ്റെ ഒക്കെ ഡാറ്റ പുതിയത് കിട്ടും. ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് റീഫ്രഷ് ചെയ്തതിന് ശേഷം ആഡ് യൂസർ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഡീബഗ് മീഡിയ ഇപ്പോൾ എല്ലാത്തിലേക്കും വന്നിട്ടുണ്ട്. കാരണം എന്താ പറ്റി, ആദ്യം പോസ്റ്റ് ട്രിഗറായി, എന്നിട്ട് ആ APIനെ ഇൻവാലിഡേറ്റ് ചെയ്ത്. പിന്നെ ഇവിടെ വേറൊരു കോൺസെപ്റ്റ് ഉള്ളതെന്ന് വെച്ചാൽ ഡൈനാമിക് കീസ് ആണ്. അപ്പോൾ ഡൈനാമിക് കീസ് അതായത് ഇവിടെ യൂസേഴ്സ് നമ്മൾ ഹാർഡ് കോഡ് ചെയ്തേക്കാണ്. പക്ഷെ നിങ്ങൾക്കിപ്പോൾ ഈ സെയിം API തന്നെ ഓരോ കീ സ്ട്രോക്കിൽ നിങ്ങൾക്ക് ട്രിഗർ ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ഡൈനാമിക് ആയിട്ട് ഇവിടെ നമ്മൾ ബേസിക്കലി ഇൻപുട്ട് കൊടുക്കും. അതായത് നമ്മളുടെ സ്റ്റേറ്റിൻ്റെ പേര് കൊടുക്കും. നമ്മളിപ്പോൾ ആമസോണിലൊക്കെ സെർച്ച് ചെയ്യില്ല സ്കൂൾ ബാഗ് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എന്നൊക്കെ, അപ്പോഴൊക്കെ ഈ സെയിം API തന്നെയല്ലേ ട്രിഗർ ആവേണ്ടത്. അപ്പോൾ അങ്ങനത്തെ കേസിൽ നിങ്ങൾക്ക് ഈ ക്വയറി കീൻ്റെ ഡൈനാമിക് ഓപ്ഷന് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കംപ്ലീറ്റ് പ്രൊജക്റ്റ് ചെയ്യും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ഇനിയും അഡ്വാൻസ് കാര്യങ്ങളും കുറേ കോർ കോൺസെപ്റ്റും നമുക്ക് കവർ ചെയ്യാം. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ 1-2 പ്രാവശ്യം കണ്ടിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. എന്നിട്ട് പിന്നെ ഇതിലൊരു ചെറിയ പ്രൊജക്റ്റിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ട്യൂട്ടോറിയൽ ഇനി ഇത്രയും മതി. ഇതുവരെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആർക്കെങ്കിലും റിയാക്ട് ക്വയറി പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.